സർവലോകരക്ഷിതമായ അല്ലാഹു ഒരുപാട് ഇഷ്ടപ്പെടുകയും ഒരു വിശ്വാസിക്ക് സ്വപ്നം കാണാൻ പോലും സാധിക്കാത്തത്ര അനുഗ്രഹങ്ങളെ കൊണ്ട് അല്ലാഹു ധന്യമാക്കുകയും ചെയ്യുന്ന പരിശുദ്ധ റമദാനിന്റെ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഇബാദത്തുകളും കർമ്മങ്ങളും നമ്മളാൽ സാധിക്കുന്ന സൽപ്രവർത്തനങ്ങളുമൊക്കെ നമ്മൾ ഓരോരുത്തരും നിർവഹിക്കാനുള്ള കാരണം ഇന്നല്ലെങ്കിൽ നാളെ അള്ളാഹുവിന്റെ അടുത്തേക്ക് മടങ്ങിപ്പോകുമ്പോ അള്ളാഹുവിന്റെ മുൻപിൽ ഒരിക്കലും അപമാനിക്കപ്പെടരുത്, റബ്ബിന്റെ മുൻപിൽ തലകുനിച്ച് നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകരുത് എന്ന ചിന്തയിലാണ് എല്ലാ നല്ല കാര്യങ്ങളും നമ്മൾ പ്രവർത്തിക്കാറുള്ളത്. പക്ഷേ പലപ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിം ഉമ്മത്ത് അള്ളാഹുവിന്റെ മുൻപിൽ അപമാനിക്കപ്പെടുകയും ഉത്തരം കിട്ടാതെ വെപ്രാളപ്പെടുകയും ചെയ്യുന്ന വളരെ ഭയാനകമായ ഒരവസ്ഥയെക്കുറിച്ച് വിശദീകരിക്കുകയുണ്ടായി. ആ വിഷയത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടല്ലാതെ ഒരൊറ്റ ഖുതുബ പോലും അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ചിട്ടില്ല. ഏതൊരു ഖുതുബക്ക് വേണ്ടി, ഏതൊരു ക്ലാസിന് വേണ്ടി സഹാബത്തിന്റെ മുൻപിൽ എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്തും തന്റെ മുൻപിലിരിക്കുന്ന ഈ സഹാബത്തിനെ നോക്കി അള്ളാഹുവിന്റെ ഹബീബ് പറയും, വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വല്ലർഹാം. മനുഷ്യരെ, നിങ്ങൾ അള്ളാഹുവിന്റെ മുൻപിൽ തോറ്റുപോകുന്നത്, ഉത്തരം കിട്ടാതെ നിങ്ങൾ വെപ്രാളപ്പെടുന്നത് വൽ അർഹാം, നിങ്ങളുടെ കുടുംബത്തിന്റെ വിഷയത്തിലായിരിക്കും. ആ കുടുംബത്തെ പറ്റിയുള്ള ചോദ്യത്തിൽ അള്ളാഹുവിനോട് ഉത്തരം കിട്ടാതെ നിങ്ങളിൽ പലരും സങ്കടപ്പെടും. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ചതും, ഈ ലോകത്ത് അള്ളാഹു നമുക്ക് ചോദിക്കാതെ തന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകുന്നുണ്ട്. ആ അനുഗ്രഹങ്ങളുടെയൊന്നും കണക്കെടുത്താൽ നിങ്ങൾക്ക് കണക്ക് കിട്ടില്ല എന്ന് പറയുമാറ് നിരവധി അനുഗ്രഹങ്ങൾ. പക്ഷേ ആ അനുഗ്രഹങ്ങളിലെ ഏറ്റവും വിലമതിക്കാനാവാത്ത ഒരു അനുഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ യാതൊരു സംശയവുമില്ലാതെ പറയാൻ സാധിക്കും, അത് സമാധാനമുള്ള സംതൃപ്തമായ കുടുംബജീവിതമാണ്. ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് ഒരു ചെറുപ്പക്കാരൻ, മധ്യവയസ്കൻ വന്നു പറഞ്ഞു, ഉസ്താദേ, പടച്ചോന്റെ നിഅമത്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഉഷാറാണ്. വലിയ വീടുണ്ട്, വിചാരിക്കാത്ത ഒരു വാഹനം വാങ്ങാൻ പറ്റിയിട്ടുണ്ട്, 3000 സ്ക്വയർ ഫീറ്റിന്റെ അടുത്തുള്ള ഒരു വീടുണ്ട്, മക്കളൊക്കെ അത്യാവശ്യം വിദ്യാഭ്യാസം നേടിയിട്ടുണ്ട്. പക്ഷെ എന്തൊക്കെ നേടിയിട്ടും മനസ്സിനൊരു സമാധാനം കിട്ടുന്നില്ല, കുടുംബത്തിലൊരു സ്വസ്ഥത കിട്ടുന്നില്ല എന്ന് പലരും ഇന്ന് ഉള്ളിലെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തി, ഈ ലോകത്ത് മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വിലമതിക്കാനാവാത്ത അനുഗ്രഹം അള്ളാഹു നൽകുന്ന കുടുംബത്തിന്റെ ഭംഗിയാണ്, സമാധാനമാണ്. പണം എത്ര കയ്യിലുണ്ടെങ്കിലും കുടുംബത്തിൽ സമാധാനമില്ലെങ്കിൽ ഒരു രാത്രി കിടന്നുറങ്ങാൻ പറ്റൂല. തറവാടിന്റെ വലുപ്പം നാടൊട്ടുക്ക് പറയാനുണ്ടെങ്കിലും കുടുംബത്തിൽ ഒരു രാത്രി സ്വൈര്യമില്ലെങ്കിൽ കിടന്നുറങ്ങാൻ പറ്റൂല. ബാങ്കുകളിൽ കോടിക്കണക്കിന് ബാലൻസ് ഉണ്ടെങ്കിലും എന്തിനേയും പ്രതിരോധിക്കാൻ എനിക്ക് പണമലമുണ്ടെന്ന് നിങ്ങൾ അഹങ്കരിച്ചാലും കുടുംബത്തിൽ പടച്ച റബ്ബിന്റെ ഒരു പരീക്ഷണം വന്നാൽ ആ പണമോ തറവാടോ സൗന്ദര്യമോ ഇതൊന്നും നമുക്ക് ഉപയോഗപ്പെടുകയില്ല. അതുകൊണ്ട് ആ മദീന പള്ളിയിൽ അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ എന്നൊരായത്തോതുന്നോ അന്ന് പിൻഭാഗത്തുള്ള സഹാബാക്കളിൽ ചിലർ ബോധം കെട്ടുകയും നമസ്കരിച്ച് സലാം വീട്ടി ബോധം കെട്ടുകിടക്കുന്ന സഹാബത്തിന്റെ അരികിൽ ചെന്ന് കയ്യിലുണ്ടായിരുന്ന അല്പം വെള്ളം സഹാബത്തിന്റെ മുഖത്ത് തടിക്കുമ്പോ ഞെട്ടി എഴുന്നേറ്റ് വെപ്രാളത്തോടുകൂടി സഹാബാക്കൾ റസൂലുള്ളാന്റെ കണ്ണിലേക്ക് നോക്കി കരയും. അള്ളാഹുവിന്റെ ഹബീബ് ചോദിക്കും, സഹാബത്തെ എന്തുപറ്റി? പട്ടിണിയോണ്ടാണോ? പട്ടിണി കൊണ്ടാണോ നിങ്ങൾ ബോധം കെട്ടു വീണത്? ആ ചോദ്യത്തിന്റെ മറുപടിയായി അവർ ഉടുവസ്ത്രം ഒന്നുയർത്തി കാണിച്ചു കൊടുക്കും. പരന്ന പാറക്കല്ലുകൾ വയറ്റത്ത് കെട്ടിവെച്ച് മുറുക്കി കെട്ടിയിട്ടിട്ടുണ്ടാകും. അവർ പറയും, പ്രവാചകരെ, സുജൂദ് പോകുമ്പം കിടന്നു പോകാതിരിക്കാൻ, റുകൂഇൽ പോകുമ്പം മടങ്ങി വീണു പോകാതിരിക്കാൻ ഈ പാറക്കല്ലിന്റെ ബലം ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. പിന്നെന്തുകൊണ്ടാ സഹാബത്തെ നിങ്ങൾ ബോധം കെട്ടത്?
കണ്ണുനീരോടെ സഹാബാക്കൾ തിരിച്ചു പറഞ്ഞു, അള്ളാഹുവിന്റെ ഹബീബേ, നിങ്ങൾ ഓതിയ ആയത്ത് കേട്ടപ്പം നെഞ്ചിന്റെ ഉള്ളിൽ വല്ലാത്തൊരു സങ്കടം, എന്തൊക്കെയോ ഒരു പെടച്ചിൽ വന്നു. ആ ചിന്തകൾ ഞങ്ങളെ വല്ലാതെ സങ്കടപ്പെടുത്തി. ഞങ്ങൾ പോലും അറിയാതെ ഞങ്ങൾ ബോധം വിട്ടുപോയതാ. ഏതായിരുന്നു സഹാബക്കളെ മുഴുവനും കരയിപ്പിച്ച ആയത്ത്? യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദുൻ ലാ യഅ്സൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പലരെയും വിളിച്ചിട്ടുണ്ട്. യാ അയ്യുഹൽ കാഫിറൂൻ, കാഫിരീങ്ങളെ. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ. പക്ഷെ റബ്ബ് ഈ വിളിക്കുന്നത് ആമനു, വിശ്വാസികളെയാ. ഇന്ന് വരെ ഒരു ജാറത്തിങ്കിൽ പോയി ശിർക്ക് ചെയ്യാത്തവര്, ഒരു മഖബറ മൂടാൻ പോകാത്തവര്, മന്ത്രിച്ചൂതി കെട്ടാൻ കയ്യും തലയും കാലും കൊടുക്കാത്തവര്, 5 വക്ത് സമയമൊപ്പിച്ച് നമസ്കരിക്കുന്നവര്, റമളാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുന്നവര്, അള്ളാഹുവിന്റെ മാർഗത്തിൽ കണക്ക് നോക്കി സകാത്ത് കൊടുക്കുന്നവര്, കാബാലയം പ്രദക്ഷിണം ചെയ്ത് റബ്ബിന്റെ വിളിക്കുത്തരം നൽകി ലബ്ബൈക ചൊല്ലിയവര്. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ. ഖൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ നരകാഗ്നിയിൽ നിന്ന് കാത്തുകൊള്ളണം. ഇന്ന് പല വാപ്പാരും അത് പറയാറുണ്ട്. ഞാൻ പള്ളിക്ക് പോകാറുണ്ട്, മക്കളോ? ഞാൻ ഖുർആൻ ക്ലാസ്സിനൊക്കെ പങ്കെടുക്കാറുണ്ട്, ജുമുഅക്ക് ഞാൻ നേരത്തെ വരാറുണ്ട്, മക്കളോ? പല ഉമ്മാരും നാട്ടിലെ ഖുർആൻ ക്ലാസ്സിലുണ്ട്, പെൺമക്കളോ? പരിശുദ്ധ റമളാനിന്റെ 11 ദിവസത്തിന്റെ ഇടയ്ക്ക് 11 പേജ് ഓതിയ വാപ്പാരുണ്ട്, മക്കളോ? ഞാനൊക്കെ ക്ലിയറാ. ഞാൻ അത്യാവശ്യം തരക്കേടില്ലാത്ത ഈമാനില, നാട്ടിൽ അത്യാവശ്യം ഇസ്ലാഹി പ്രവർത്തകനാ, ഏത് സമയത്തും പള്ളിയിൽ അള്ളാഹുവിന്റെ മുൻപിലുള്ളവനാ. എന്നിട്ട് അള്ളാഹു പറയുന്നത് പോരാ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളെ മക്കളെയും അള്ളാഹുവിന്റെ നരകത്തിൽ നിന്ന് കാക്കണം. ആ മക്കളെ പറ്റിയും പടച്ചോൻ ചോദിക്കും. പല വാപ്പാർക്കൊരു തെറ്റിദ്ധാരണ ഉണ്ട്. ഇന്നമാ അംവാലുക്കും ഔലാദുക്കും ഫിത്ന, മക്കളും സമ്പത്തും നിങ്ങളെ ഫിത്നയാവും. എവിടെ? ദുനിയാവിലല്ല. വാപ്പാരങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. തരക്കേടില്ലാണ്ട് മുതൽ സമ്പാദിച്ചു വെച്ച മക്കൾ നിങ്ങളെ പൊന്നോലെ നോക്കും. വാപ്പാന്റെ മുതൽ കണ്ടിട്ടെങ്കിലും നിങ്ങളെയും അമ്മനെയും നോക്കും. പക്ഷെ മക്കള് ഫിത്നയാവുന്നത് പടച്ചോന്റെ മഹ്ശറയിലാ. അന്ന് അള്ളാഹു ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ഇനി ആ വിചാരണക്ക് വിളിക്കുന്നത് എന്ന് കരുതുക. അൻസാറിന് അള്ളാഹു താല വിളിച്ചുണ്ടോന്നു. എന്റെ വിചാരണ കൃത്യമായി അള്ള രേഖപ്പെടുത്തി. നമസ്കാരമൊക്കെ, നോമ്പൊക്കെ, സകാത്തൊക്കെ എല്ലാം പടച്ചോൻ ഇഷ്ടപ്പെട്ടു. പിന്നീട് റബ്ബ് വിചാരണയുടെ 2ാമത്തെ ഘട്ടത്തിലേക്ക് കടക്കും. അള്ളാഹു നേരെ മുൻഭാഗത്ത് എന്റെ അമ്മനെയും വാപ്പനെയും കൊണ്ടു നിർത്തും. എന്നിട്ട് ചോദിക്കും, ഒരു മകനായി ഇവനെ കൊണ്ട് നിങ്ങൾ തൃപ്തനായിരുന്നോ? അന്നിന്റെ ഉമ്മ പറയാ, പടച്ചോനെ പ്രസവിച്ചിട്ട് നോക്കിയെന്നല്ലാതെ എനിക്കൊരു ഗുണം ഈ മോനെ കൊണ്ടുണ്ടായിട്ടില്ല. 5-6 എണ്ണത്തിനെ പെറ്റിട്ടിട്ടും ഒരു മക്കള് പോലും സ്വൈര്യത്തിൽ ഞങ്ങളെ നോക്കിയിട്ടില്ല. നെഞ്ചകം പൊള്ളിച്ച് മാത്തനെയും ഇമ്മനെയും മണ്ണിന്റെ അടിയിലേക്ക് പറഞ്ഞയച്ചവരും, നോക്കാൻ കണക്ക് പറഞ്ഞ് അവസാനം മണ്ണിന്റെ അടിയിലേക്ക് ഉമ്മനെയും വാപ്പനെയും അടക്കിപ്പോന്നവരും സൂക്ഷിച്ചോ. ദുനിയാവിൽ വാപ്പയമ്മയും പരാതി പറയൂല, പറയാൻ പറ്റൂലൊരു ഉമ്മാക്കും വാപ്പാക്കും. അങ്ങനെയെങ്ങാനും വാപ്പയമ്മയും മനസ്സ് തുറന്ന് ശപിച്ചിരുന്നെങ്കിൽ ഒരു മക്കളും ഇന്ന് ഭൂലോകത്തുണ്ടാവൂല. പക്ഷെ പടച്ചോന്റെ മുൻപിൽ അവർ പറയും, അള്ളാന്റെ മുൻപിൽ അവർ പറയും, ഈ മക്കളെ കൊണ്ട് എനിക്കൊരു ഗുണം ഉണ്ടായിട്ടില്ല റബ്ബേ. 5-6 എണ്ണത്തിനെ പൊന്നോലെ ഞങ്ങൾ നോക്കിയിട്ടും ഞങ്ങളെ നോക്കുന്നതിന് വലിയ കണക്ക് പറഞ്ഞ മക്കളാവര്, വലിയ കണക്ക് പറഞ്ഞവരാണ് ഇവര്. അങ്ങനെ അല്ലാഹു തആല മാതാപിതാക്കളെ മാറ്റി ഭാര്യനെ നിർത്തും. ഓളോട് ചോദിക്കും, ഈ ഭർത്താവിനെ പറ്റി എന്റെ അഭിപ്രായം എന്താ? ഭാര്യയാണെങ്കിൽ ഭർത്താവിനെ നിർത്തിയിട്ട് ചോദിക്കും, ഈ പെണ്ണിനെ പറ്റി എന്റെ അഭിപ്രായം എന്താ? അപ്പൊ എന്റെ പെണ്ണുങ്ങൾ പറയാ, വലിയ പ്രസംഗമൊക്കെ തന്നെയുള്ളൂ റബ്ബേ, നാട്ടിൽ വലിയ ഇസ്ലാഹി പ്രവർത്തകനൊക്കെ ആയിരുന്നു, നാട്ടിൽ എല്ലാ കാര്യത്തിന്റെയും മുൻപന്തിയിലൊക്കെ ഉണ്ടാകും, പക്ഷെ ആ ഒരു സ്വഭാവമൊന്നും വീട്ടിലില്ലായിരുന്നു റബ്ബേ, വളരെ മോശമായിരുന്നു. മൂക്കത്ത് ദേഷ്യം, തെറി വിളിക്കും. എന്റെ വാപ്പാനെ പറയും, എനിക്ക് സ്വത്ത് കുറഞ്ഞു പോയതിന് പലപ്പോഴും കുടുംബക്കാരുടെ എന്നെ സങ്കടപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് റബ്ബേ, ഇയാളെപ്പറ്റി ഞാൻ പൂർണ്ണ തൃപ്തനല്ല. പക്ഷെ ദുനിയാവിൽ ആ പെണ്ണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവില്ല, ജീവിച്ചിരിക്കുമ്പോ അവൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവില്ല. നമ്മൾ പറഞ്ഞതും ചെയ്തതും ഒക്കെ അവളെ മനസ്സിനുള്ളിൽ, അവന്റെ മനസ്സിനുള്ളിൽ ഒരു സങ്കടമായിട്ട് പടച്ചവനോട് അവർ പറയും. 3ാമതായി പടച്ചവൻ മക്കളെ നിർത്തും. ചോദിക്കും, ഈ വാപ്പനെയും ഇമ്മനെയും കിട്ടിയിട്ട് നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ദുനിയാവിൽ എന്ത് നേടാൻ പറ്റി? മക്കള് വെറുപ്പോടെ പറയും, പടച്ചോനെ
ദുനിയാവിന്റെ കാര്യത്തിൽ ഞങ്ങളെ പ്രേരിപ്പിച്ച ഈ വാപ്പയുമ്മയും ആഖിറത്തിന്റെ ദിവസത്തെപ്പറ്റി ഒന്ന് ബോധ്യപ്പെടുത്തി അള്ളാന്റെ ദീനിലേക്ക് ഞങ്ങളെ ഒന്ന് കൈപിടിച്ചിരുന്നെങ്കിൽ ഈ ഗതികെട്ട അവസ്ഥ ഞങ്ങൾക്കുണ്ടാവില്ലായിരുന്നു റബ്ബേ. വാപ്പ തിന്നാൻ തന്നിട്ടുണ്ട്, വാപ്പ അധ്വാനിച്ച് കുടുംബം നോക്കിയിട്ടുണ്ട്, എല്ലുവെള്ളാക്കി വാപ്പ ഞങ്ങൾക്ക് സൗകര്യം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ വാപ്പാന്റെ മുൻപിൽ വന്ന് മക്കൾ ചോദിക്കും, ഇങ്ങനെയൊക്കെ ഞങ്ങളെ പോറ്റിയിട്ടുണ്ട് പൊന്നു വാപ്പ, ഒരു നല്ല ഉമ്മ നിങ്ങൾക്ക് തരാൻ പറ്റിയില്ലല്ലോ, ഒരു ഉമ്മാനെ നല്ല നിങ്ങൾക്ക് തരാൻ പറ്റിയില്ലല്ലോ വാപ്പ. അതേ ഉമ്മാനോടും പോയി ചോദിക്കും, ഉമ്മ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട കണക്ക് റബ്ബിനോട് പറഞ്ഞല്ലോ, എന്നിട്ട് എന്റെ ഉമ്മങ്ങൾ ഞങ്ങൾക്കൊരു നല്ല വാപ്പനെ തരാത്ത്, പടച്ചോനെ പേടിയുള്ള ഒരു വാപ്പനെ തരാത്ത്, ഞങ്ങളെ സ്വർഗത്തിലെത്തിക്കുന്ന ഒരു വാപ്പനെ തരാത്ത്. അതുകൊണ്ട് റബ്ബേ, ഈ രണ്ടാളെയും കാലിന്റെ ചുവട്ടിൽ വെച്ച് തന്നാൽ ചവിട്ടി അരക്കായിരുന്നു റബ്ബേ ഞങ്ങള്. അന്ന് ആ രക്ഷിതാക്കൾ കയ്യിന്റെ വിരലിന്റെ അറ്റം കടിച്ചു റബ്ബിനോട് പറയും, യാ ലൈതനി കുന്തു തുറാബ, എന്തിനായിരുന്നു പടച്ചോനെ മക്കളും കുടുംബവും ഒക്കെ, എനിക്കാ കൊയിലാണ്ടിയിലോ മൺമണ്ടയിലോ ഒരു പാറക്കഷണോ കല്ലും കഷണോ മണ്ണോ ആക്കി പടച്ചാ പോരായിരുന്നു. മണ്ണിന് മക്കളില്ല, മണ്ണിന് വിചാരണല്ല. അങ്ങനെ ഖേദിക്കുന്ന ഒരു ദിവസം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വരാനുണ്ട്. അതുകൊണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സഹാബാക്കൾ എന്തിനേക്കാളും ഭംഗിയാക്കിയത് അവരുടെ കുടുംബത്തെയായിരുന്നു. ആ കുടുംബത്തെ പറ്റിയുള്ള ചോദ്യത്തെയാണ് അവരേറ്റവും കൂടുതൽ ജാഗ്രതയോടെ കണ്ടെത്തിയത്. അതുകൊണ്ടാണല്ലോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട ഭാര്യ നമ്മളെ ഉമ്മ ആയിഷ ബീബി റളിയല്ലാഹു അൻഹാക്ക് ഒരു ജ്യേഷ്ഠത്തിയുണ്ടായിരുന്നു, അസ്മാ റളിയല്ലാഹു അൻഹ. അസ്മാ റളിയല്ലാഹു അൻഹാനെ കല്യാണം കഴിച്ചത് സുബൈർ റളിയല്ലാഹു അൻഹുവ. കല്യാണം കഴിഞ്ഞ് അസ്മാ റളിയല്ലാഹു തആല അൻഹ 9 മാസം ഗർഭിണിയായപ്പോ അപ്രതീക്ഷിതമായ ഒരു അസുഖബാധിതനായി സുബൈർ റളിയല്ലാഹു അൻഹു അങ്ങ് മരിച്ചു. പിന്നീട് അസ്മാ റളിയല്ലാഹു തആല അൻഹ പ്രസവിച്ചു. ആ കുഞ്ഞൻ ആൺകുട്ടി. ആ കുഞ്ഞനൊരു പേരും കൊടുത്തു, അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. മകനെ പൊന്നുപോലെ വളർത്തിക്കൊണ്ടുവരാൻ തുടങ്ങി. പക്ഷെ കൂടെ റബ്ബിന്റെ ഒരു പരീക്ഷണം വീണ്ടും വന്നു. മാതാവ് മകനെ വളർത്തി വലുതാക്കുന്നതിനനുസരിച്ച് മകന്റെ ഓരോ പ്രായം കൂടുമ്പോഴും ഉമ്മാന്റെ കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെടാൻ തുടങ്ങി. മകനൊരു നല്ല യുവാവായി മാറുമ്പോഴേക്കും ഉമ്മ അസ്മാ റളിയല്ലാഹു അൻഹാന്റെ കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇസ്ലാമിക ചരിത്രം പറയുന്നുണ്ട്, സ്വന്തം ഉമ്മാക്ക് കുളിക്കാനും പ്രാഥമിക ആവശ്യത്തിനും ഉമ്മാന്റെ തട്ടം പിടിച്ച് മറയിട്ട് കൊടുക്കുന്ന അബ്ദുല്ലാഹ് ഇബ്നു സുബൈറിനെ കണ്ട് ഞങ്ങൾ നെഞ്ചുപൊട്ടി കരഞ്ഞിട്ടുണ്ട്. ഭക്ഷണം പാകം ചെയ്യുമ്പോ ഉമ്മാൻ അടുത്തിരുത്തി കൈകൊണ്ട് ഭക്ഷണം വാരി ഉമ്മാന്റെ വായിൽ വെച്ച് കൊടുക്കുന്ന അബ്ദുല്ലാഹ് ഇബ്നു സുബൈറിനെ കണ്ട് ഞങ്ങൾ വല്ലാതെ നൊമ്പരപ്പെട്ടിട്ടുണ്ട്. മദീന പള്ളിയിൽ എന്നൊക്കെ അബ്ദുല്ലാനെ കണ്ടോ, അബ്ദുല്ലാന്റെ വലം കൈയിൽ ഉമ്മാന്റെ വലം കൈ ഉണ്ടാകുമായിരുന്നു. സന്തോഷത്തോടെ സമാധാനത്തോടെ ആ മോനുമ്മയും ജീവിക്കുമ്പോഴാ ഇസ്ലാമിക ലോകത്ത് യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത്. തന്റെ മകനെ അടുത്തു വിളിച്ചിട്ട് അബ്ദുല്ലാഹ് ഇബ്നു സുബൈറിനോട് ഉമ്മ അസ്മാ റളിയല്ലാഹു തആല അൻഹ പറയും, മോനെ ആ യുദ്ധത്തിൽ എന്റെ മോനും പങ്കെടുക്കണം. അത്ഭുതത്തോടെ അബ്ദുള്ള ചോദിച്ചു, ഉമ്മ ഞാൻ പോയാൽ അഥവാ ഞാൻ ഷഹീദായാൽ തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ എന്റെ ഉമ്മാക്ക് ആരുണ്ട് ഉമ്മ? ആ മാതാവ് ആകാശത്തേക്ക് വിരളിച്ചുണ്ടി പുച്ഛത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിന്നെ പടച്ചോൻ എനിക്ക് തന്നിട്ട് കുറച്ച് വർഷങ്ങളായിട്ടേ ഉള്ളൂ. അതിനു മുൻപും ഉമ്മ ജീവിച്ചിട്ടുണ്ട്, അതിനു മുൻപും ഉമ്മ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അന്ന് എന്നെ പരിപാലിച്ച റബ്ബിന് ഞാൻ ഒരിക്കലും ഒരു ബാധ്യതയാവില്ല എന്നാ ഉമ്മ പറയുമ്പോൾ അവസാനം യുദ്ധക്കളത്തിലേക്ക് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ പുറപ്പെട്ടു. ശത്രുവുമായി യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുമ്പോ ശത്രുവിന്റെ വെട്ടേറ്റ് അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിന്റെ കൈമന്ന് വാളങ്ങ് തെറിച്ചു. ശത്രു വാളെടുത്ത് അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിന്റെ കഴുത്തിന്റെ നേരെ ഇങ്ങനെ നീട്ടുമ്പം അദ്ദേഹം യുദ്ധക്കളത്തിന് തിരിച്ചോടിക്കളയും. വീട്ടിലേക്ക് ഓടിക്കതച്ചു വന്ന മകന്റെ ശബ്ദം കേട്ട് അസ്മാ റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നുണ്ട്, അപ്പമ്മിൽ മോനെ യുദ്ധം അവസാനിച്ചോ? ആരുടെ പക്ഷത്തിനായിരുന്നു വിജയം? അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഉമ്മ യുദ്ധം അവസാനിച്ചിട്ടില്ല, ഞാൻ അതിന്റെ ഇടക്ക് മരണം കൺമുൻപിൽ കണ്ടപ്പം തിരിച്ചോടി പോന്നതാ. അന്ന് വരെ മകനോട് ദേഷ്യപ്പെടാത്ത ആ മാതാവ് മകന്റെ മുഖത്ത് നോക്കി ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇസ്ലാമിക ലോകത്ത് ഇന്നും അതിന് പകരം വെക്കാനുള്ള ഒരു ചോദ്യം ഒരു ഉമ്മ മക്കളോട് ചോദിച്ചിട്ടില്ല. ആ ഉമ്മ ചോദിച്ചു, മോനെ അള്ളാഹുവിന്റെ സ്വർഗത്തെക്കാൾ എന്തു മോഹമാണ് നിന്റെ മരണത്തിൽ നിന്നും തടഞ്ഞത്? ഈ ദുനിയാവിലെ എന്തു മോഹമാണ് മോനെ അള്ളാന്റെ സ്വർഗത്തിന് പകരമായി നീ കൊണ്ടുപോകുന്നത്? അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഉമ്മ മരിക്കാൻ പേടിച്ചിട്ടല്ല ഉമ്മ, ഞാനെങ്ങാനും മരിച്ച എന്റെ ഉമ്മാക്ക് ആരുണ്ടാവില്ല എന്ന് ചിന്തിച്ചപ്പോ എനിക്ക് മരിക്കാൻ തോന്നിയില്ല ഉമ്മ. വീണ്ടും മാതാവ് നിർബന്ധിച്ചു, മകൻ യുദ്ധത്തിനിറങ്ങി. പോകാൻ നേരത്ത് മോനെ ഒന്ന് അടുത്തു വിളിച്ച്
അസ്മാ റളിയല്ലാഹു തആല അൻഹ ഒന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. ആ പിടിക്കുന്ന അതേ സെക്കൻഡിൽ ഒരൊറ്റ തള്ളും. മണലിലേക്ക് മലന്നടിച്ചു വീണ അബ്ദുള്ള റളിയല്ലാഹു തആല അൻഹു ചോദിക്കും, ഉമ്മ നിങ്ങൾ എന്തിനാ എന്നെ തള്ളിയിട്ട്? ഉമ്മ ചോദിക്കും, മോനെ ഞാൻ എന്നെ മാറോട് ചേർത്തപ്പം ഒരു ഇരുമ്പിന്റെ പടച്ചക്ക പോലെ എന്തോ ഇരുമ്പ് കൊണ്ട് ശരീരത്തിൽ കെട്ടിവെച്ചതായി ഉമ്മാക്ക് അനുഭവപ്പെട്ടല്ലോ. അബ്ദുള്ള റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ശരിയാണ് ഉമ്മ, ഞാൻ ഇരുമ്പിന്റെ ചില ചക്കകൾ കയ്യിലും കാലിലും കെട്ടിവെച്ചിട്ടുണ്ട്. മകന്റെ മുഖത്തേക്ക് നോക്കി പുച്ഛത്തോടെ ആ മാതാവ് ചോദിച്ചു, മരിക്കാൻ ഇത്ര പേടിയാണെങ്കിൽ പിന്നെന്തിനാ മോനെ നീ ആ യുദ്ധത്തിന് പോണ്? അബ്ദുള്ള റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഉമ്മ മരണത്തെ പേടിച്ചിട്ടല്ല, എന്റെ കൂട്ടുകാരെ ശത്രുക്കൾ കൊന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ടും പകതീരാത്ത ശത്രുക്കൾ എന്റെ കൂട്ടുകാരുടെ കൈകളും കാലുകളും വെട്ടിമാറ്റിയിട്ടുണ്ടുമ്മ. അങ്ങനെ വെട്ടിമാറ്റിയ ശരീരം പലതും മരത്തിൽ അവർ കെട്ടിത്തൂക്കിയിട്ടുണ്ട്. ആ തൂക്കിയിടപ്പെട്ട ശരീരം കണ്ട് അവരുടെ മാതാക്കൾ കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ടുമ്മ. എന്നെ കൊന്നാലും അവര് വെട്ടുമെന്നുറപ്പാ. എന്റെ കൈയും കാലും അവര് വെട്ടിക്കളഞ്ഞാൽ, വെട്ടിത്തൂക്കി എന്റെ കൈയും കാലും കണ്ണു കാണാത്തിന്റെ ഉമ്മാക്ക് മറ്റുള്ളവര് പറഞ്ഞു തരേണ്ടി വരും. അന്നെന്റെ ശരീരം തൂങ്ങിക്കിടക്കുന്നത് കണ്ട് എന്റെ ഉമ്മ കാണാത്ത കണ്ണുകൊണ്ട് കരയാതിരിക്കാൻ, എന്റെ ശരീരം അവര് വെട്ടിമുറിക്കാതിരിക്കാൻ ഞാൻ ആ ഇരുമ്പിന്റെ പടച്ചക്ക വസ്ത്രത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചതാണ് ഉമ്മ. ഉമ്മ പറഞ്ഞു, മോനെ എന്റെ ശരീരം വെട്ടുന്നതാണ് നിനക്ക് സങ്കടമെങ്കിൽ, അല്ല നിന്റെ ഔറത്ത് കാണുന്നതാണ് നിനക്ക് ബേജാറെങ്കിൽ, നീ ആ പടച്ചക്കക്ക് പകരം നീളക്കുപ്പായം ധരിച്ചിട്ട് പോ. മണിക്കൂറുകൾക്കുള്ളിൽ വീട്ടിന്റെ മുറ്റത്ത് നിൽക്കുന്ന അസ്മാ റളിയല്ലാഹു തആല അൻഹയോട് ഒരു സ്വഹാബി ഓടി വന്നിട്ട് പറയും, അസ്മാ, അബ്ദുള്ളയെ പടച്ചോൻ തിരിച്ചുകൊണ്ടുപോയിട്ടുണ്ട്. അബ്ദുള്ളാനെ കാത്തിരിക്കേണ്ട അസ്മാ, അബ്ദുള്ളാനെ പടച്ചോൻ തിരിച്ചു വിളിച്ചിട്ടുണ്ട്. ഒരു നിമിഷ നേരത്തേക്ക് ആ ഉമ്മയെന്ന് കരഞ്ഞു. കരയുന്ന കണ്ട സഹാബാക്കൾ ചോദിക്കും, അസ്മാ, മരണത്തെ കേൾക്കുമ്പോ, മകന്റെ ഷഹീദ് കേൾക്കുമ്പോ കരയാനാണോ പഠിച്ച്? ബാക്കി കുറെ സഹാബാക്കൾ പറയും, കടയണ്ട, അത് കണ്ണുനീരല്ല, ഏതു മക്കളെ തൊട്ടും ഒരു ഉമ്മാക്കുള്ള പ്രണയമാണ് ആ കണ്ണീര്. അത് കരയട്ടെ അസ്മ. കരഞ്ഞ കണ്ണുകളുമായി അകത്തേക്ക് കയറിപ്പോകുമ്പം അസ്മാ റളിയല്ലാഹു തആല അൻഹ ആകാശത്തേക്ക് വിരളി ചൂണ്ടിയിട്ട് പറഞ്ഞു, പടച്ച റബ്ബേ, ഞാൻ എന്റെ മോനെ ഓന്റെ വാപ്പന്റെ കൂടെ സ്വർഗത്തിൽ വെച്ച് കണ്ടോളാം. 3 സ്വപ്ന ഒരു ഉമ്മാക്ക്. ഞാൻ എന്റെ മോനെ അവന്റെ വാപ്പന്റെ കൂടെ സ്വർഗത്തിൽ വെച്ച് കണ്ടോളാം. ആ ഉമ്മാക്ക് 3 കാര്യങ്ങൾ ഉറപ്പായി. 1, എന്റെ മോൻ സ്വർഗത്തിലാ. 2, ഓന്റെ വാപ്പയും സ്വർഗത്തിലാ. 3, ഞാൻ മരിച്ചാലും പോകാനുള്ള സ്വർഗത്തിലേക്കാ. ഇനി ഞാനും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, സ്വന്തം മക്കളെ ആലോചിച്ചിട്ട് അവനാന്റെ മക്കളെ മുഖത്തേക്ക് നോക്കിയിട്ടൊന്ന് ചിന്തിച്ചു നോക്കൂ. ഞാൻ എന്റെ മോനെ സ്വർഗത്ത് കണ്ടോളാം, ഉറപ്പുണ്ടോ? ഞാൻ എന്റെ പെണ്ണുങ്ങളെ സ്വർഗത്ത് കണ്ടോളാം. പെണ്ണുങ്ങളോട് ചോദിച്ചു നോക്കി, ഞാൻ എന്റെ പിയാപ്പനെ സ്വർഗത്ത് കണ്ടോളാം. അത്രയേറെ കുടുംബങ്ങൾ കൈവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെയാ ഇന്നത്തെ മുസ്ലിം സമുദായത്തോട് പറയാനുള്ളതും നമ്മൾ ഏറ്റവും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടത് സ്വന്തം കുടുംബത്തെ പറ്റിയാ. അത്രയേറെ നമ്മളെ മക്കൾ വഴിതെറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. മരം കയറാൻ അറിയുന്ന കുരങ്ങന്റെ കയ്യിൽ ഏണി കിട്ടിയതുപോലെ സോഷ്യൽ മീഡിയയും അല്ലാത്തതും വ്യാപകമായപ്പോ ലിബറൽ ചിന്താഗതികൾ, സ്വവർഗരതി, ഗേ സെക്സ്, LGBTQ, ആണാണിനെയും പെണ്ണിനെയും വിവാഹം കഴിക്കാൻ 28 കേസുകളാ കേരളത്തിന്റെ ഹൈക്കോടതിയിൽ. അതിനേക്കാളേറെ ചുണ്ടിലെരിയുന്ന സിഗരറ്റും മാടിക്കുത്തുന്ന തോർത്തുമുണ്ടും നാവിനടിയിൽ തിരുകലും ഞരമ്പിന്റെ ഉള്ളിലേക്ക് കുത്തിക്കയറ്റലും മൂക്കിലേക്ക് വലിച്ചു കയറ്റലും ആണത്തത്തിന്റെ പ്രതീകമായി മീഡിയകൾ അവതരിപ്പിക്കുമ്പോ നമ്മളെ മക്കൾ അതിൽ ആനന്ദം കണ്ടെത്തുന്നുണ്ട്. അതുകൊണ്ട് ഏക സിവിൽ കോഡിനെ പറ്റി പോലും മുസ്ലിം ക്യാമ്പസുകളിൽ കയറി ചെന്ന് പെൺകുട്ടികളോടും ആൺമക്കളോടും ഏക സിവിൽ കോഡിനെ പറ്റി എന്താ അഭിപ്രായം എന്ന് ചോദിച്ചപ്പം മുസ്ലിം കുടുംബത്തിലെ പെൺകുട്ടികളും ആൺകുട്ടികളും പറഞ്ഞതെന്താ, ഒരുമിച്ച് കത്തിക്കാനാ തീരുമാനെങ്കിൽ കത്തിച്ചോട്ടെ, നിങ്ങൾ എന്തിനു വെറുതെ മതവർഗീയത ഉണ്ടാക്കുന്നു? മരിച്ചു കിടക്കുന്ന വാപ്പാന്റെ മയ്യത്ത് കുളിപ്പിച്ച് അവസാനം കർപ്പൂരത്തിന്റെ വെള്ളവും ചേർത്ത് പള്ളിയുടെ 1ാമത്തെ സ്വപ്പ് കൊണ്ടുവച്ച് നെഞ്ചു പൊട്ടി പ്രാർത്ഥിച്ച് 6 അടി മണ്ണിലേക്ക് വെച്ച് തപ്പീത്ത് ചെല്ലലൊക്കെ കാലഹരണപ്പെട്ട പ്രയോഗമാണെന്ന് മക്കൾ പറയുന്നുണ്ടെങ്കിൽ ഈ പോക്ക് അപകടത്തിലേക്കാ. അവരെ തിരുത്താനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം രക്ഷിതാക്കൾക്കുണ്ടെങ്കിലും കുത്തിത്തീരുന്ന മൊബൈലിലും സമ്പാദിക്കുന്ന പണത്തിലും മാത്രമാണ് ലക്ഷ്യമെങ്കിൽ നാളെ മരിച്ചടക്കുന്ന വാപ്പാന്റെ മയ്യത്ത് എങ്ങനെ കുളിപ്പിക്കണമെന്ന് പോലും അറിയാത്ത വെറും മക്കളായി മാറും നമ്മളെ ഓരോരുത്തരെയും മക്കള്. ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ചോദിച്ചു നോക്കിയിട്ടുണ്ടോ അവനാന്റെ മക്കളോട്? ലോകമൊട്ടുക്കും നന്നാക്കാൻ വെപ്രാളപ്പെട്ടോടുമ്പോ അവനാന്റെ ഇഷ്ടാവട്ടത്തുള്ള മക്കളെപ്പോലും ഒന്ന് എഴുന്നേൽപ്പിക്കാനും നമസ്കരിപ്പിക്കാനും താഴ്ത്തോടിപ്പിക്കാനും ഇസ്ലാമിന്റെ ആശയ ആദർശങ്ങളെ പറ്റി ബോധ്യപ്പെടുത്തി കൊടുക്കാനും പറ്റിയിട്ടില്ലെങ്കിൽ ആ മക്കൾക്ക് കിട്ടിയ ഏറ്റവും വലിയ പരീക്ഷണ വാപ്പ എന്ന് പറഞ്ഞ നിങ്ങളും ഉമ്മ എന്ന് പറഞ്ഞമാരും. ഞാൻ പറഞ്ഞതല്ല, അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാ. ചില മക്കൾക്ക് പടച്ചം കൊടുക്കുന്ന ഏറ്റവും വലിയ പരീക്ഷണം
അതുകൊണ്ട് ഇന്നത്തെ മുസ്ലിം ഉമ്മത്തിനോട് പറയാനുള്ളതും മക്കളോട് ചോദിക്കണം, എന്താ ആദർശം? തൗഹീദ് എന്തെന്നറിയാത്ത മക്കളുണ്ട്, റിസാലത്ത് എന്തെന്നറിയാത്ത മക്കളുണ്ട്, തൗഹീദുൽ ഉലൂഹിയ എന്ത്, തൗഹീദുൽ റുബൂബിയ്യ എന്ത്, തൗഹീദുൽ അസ്മാഉ വസ്സിഫാത്ത് എന്ത് അറിയോ? ഒരു ഭാഗത്ത് ഇസ്ലാമിനെ തുരങ്കം വെക്കാൻ വേണ്ടി ശത്രുക്കളും ഫാസിസവും മെനക്കെട്ട് പണിയെടുക്കുമ്പോ ഈ ഇസ്ലാമിക വിശ്വാസത്തെ നശിപ്പിക്കാൻ വേണ്ടി തലേക്കെട്ടുകാർ മറുഭാഗത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ആകാശത്ത് കൂടെ പോകുന്ന ഫ്ലൈറ്റിനെ മടവൂരിറക്കിയിട്ട് ശേഖുൻ അവിടുന്ന് കയറിപ്പോയി. ജനങ്ങൾ തക്ബീർ വിളിച്ചു. ചീറിപ്പാഞ്ഞു വരുന്ന തീവണ്ടീനെ കൈകൊണ്ട് താങ്ങി നിർത്തി ഒന്ന് ഗുണദോഷിച്ചു വിട്ടു. ഇത്ര സ്പീഡ് ഇതിന്റെ മുമ്പ് കൂടെ പാടില്ല. ജനങ്ങൾ തക്ബീർ വിളിച്ചു. പെട്രോൾ ഇല്ലാത്ത കാറുമായിട്ട് ഷവാമറിൽ ചുടുവെള്ളം ഒഴിച്ചു. കാറും 4 ദിവസം ഷെയ്ഖുനാനെ കൊണ്ട് ചോടി 2 അടി പാലത്തുമ്മ കൂടെ പോലും പറന്നുകൊണ്ട് കാറ് പോകുന്നത് കണ്ട് നാട്ടുകാർ അന്തം വിട്ടു. ജനങ്ങൾ തക്ബീർ വിളിച്ചു. 19 മാസം കൊല്ലായിട്ടും ഗർഭം ധരിക്കാത്ത പെണ്ണിന് സങ്കടം പറയാൻ ഷെയ്ഖുനാന്റെ അടുത്തെത്തിയപ്പം ബിരിയാണി തിന്നുന്നതിന്റെ ഇടക്ക് കോഴിക്കാല് വലിച്ചെടുത്ത് കടിച്ച് പെണ്ണിന് കൊടുത്തു. പെണ്ണ് 9 മാസം ഗർഭിണിയായി. ലേറ്റസ്റ്റ് മോഡൽ ഇപ്പോഴാ പുതിയിറങ്ങി. മാസത്തിലൊരിക്കൽ റമദാനിൽ, കൊല്ലത്തിലൊരിക്കൽ റമദാനിൽ വടവൂരിലെ ചിറ്റടി മീത്തലിലെ പറമ്പിലേക്ക് കഞ്ഞി പാകപ്പെടുത്തി വെച്ച ഹിളർ നബീന്റെ കൂടെ ഷെയ്ഖുന വന്ന് കുടിച്ചു പോകുന്നത് കണ്ടിട്ടുണ്ടെന്ന് പറയുന്ന അമ്പരപ്പിക്കുന്ന വിടുവായുത്തങ്ങളും കെട്ടുകഥകളുമായി ചിലര് മുസ്ലിം ഉമ്മത്തിനെ കൂട്ടിക്കൊടുത്തപ്പോ മുസ്ലിം തലമുറകളിലെ ചില ചെറുപ്പക്കാർ പറഞ്ഞു, ഔദു ബി ഡിങ്കനാഹി, ഇതിൽ നല്ല ഡിങ്കൻ തന്നെയാ, ഡിങ്കന്റെ ശരണം. അത്രയേറെ നമ്മളെ മക്കളെ നിരീശ്വരവാദത്തിലേക്ക് കൊണ്ടുപോകാൻ ചിലർക്ക് പറ്റി. കലാലയ ക്യാമ്പസുകളിലേക്ക് കയറി ചെല്ലുമ്പം എനച്ചേരുന്ന ആണിന്റെയും പെണ്ണിന്റെയും ചിത്രം കാണിച്ചിട്ട് പറഞ്ഞു, ഞാനും നീയും വന്ന വഴിയൊന്നും അശ്ലീലമല്ല, ആൺ പെൺ വ്യത്യാസം വേണ്ട. അങ്ങനെ വന്നതാ ജെൻഡർ ന്യൂട്രാലിറ്റി, ഈക്വാലിറ്റി. മുസ്ലിം കുടുംബത്തിലെ പെൺമക്കൾ പോലും പറഞ്ഞു, ആൺകുട്ടികളെ പെൻറ്റും കുപ്പായവും മതിയെന്ന്. അര മുതൽ തായോറിട്ട് കീറാൻ സമ്മതിക്കാത്ത ക്യാമ്പസുകൾ വേണ്ടെന്ന് മക്കൾ വെച്ചു. പരസ്പരം ഡേറ്റിംഗ് എന്ന പേരും പറഞ്ഞ് 5ഉം 6ഉം മാസം മക്കൾ ഒരുമിച്ച് താമസിച്ചു, ഒരുമിച്ച് കിടന്നു, ഒരുമിച്ച് റൂം എടുത്തു. അവസാനം കുട്ടികൾക്ക് അവിടെ നമ്മളെ മക്കളില്ല, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ഹൈടെക് നമ്മളെ മക്കളില്ല, പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് പ്രൊഫോൾ നമ്മളെ മക്കളില്ല. ഏത് രംഗത്താണ് നമ്മളെ മക്കളുള്ളത്? ഏത് രംഗത്താണ് നമുക്ക് മക്കളെ കൂട്ടിച്ചേർത്ത് പിടിക്കാൻ പറ്റി? നമുക്ക് പറയാൻ കരുതിയിട്ടുണ്ടോ? തൗഹീദിന്റെ തറവാട്ടിലെ മക്കൾക്ക് പോലും തൗഹീദ് എന്നാണ് തിരിച്ചറിയുന്നില്ലെങ്കിൽ അന്ധവിശ്വാസത്തിൽ അനാചാരത്തിൽ കഴിഞ്ഞ വർഷം സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റഗ്രാമിൽ കേരളത്തിലെ പ്രസിദ്ധനായ ഒരു മുബശ്ശിറിന്റെ മകൻ കൊടുത്തൊരു റിപ്പോർട്ട് എങ്ങനെയാണ്? അജ്മീർ ഒരു പ്രത്യേക വഴിമാണ്, അജ്മീർ ഒരു പ്രത്യേക വഴിമാണ്. കെട്ടും കെട്ടി പോകാഴ്ചയിൽ അജ്മീർ എത്തി. ഇസ്ലാം എന്നാൽ തൊപ്പിയും തെരിച്ച് മോചയായി മൂക്കിലൂടെ പുകയും വിട്ട് ആത്മീയതയുടെ സൂഫിസത്തിന്റെ സംഗീതത്തിന്റെ ലോകത്തെ കാണിക്കാം. അവിടേക്ക് നമ്മൾ മക്കളെ കൂട്ടിക്കൊണ്ടുവരാൻ അവർക്ക് ഫേസ്ബുക്ക് മതി, ഇൻസ്റ്റാഗ്രാം മതി, വാട്സ്ആപ്പ് മതി, ടിക്ടോക്ക് മതി. നിങ്ങളൊന്നും ഒരു പറയാതെ മക്കൾ അതിന്റെ വക്താക്കളാകുന്നുണ്ട്. അവിടെ വാപ്പക്കും നോക്കും എന്ന വഴി അവനാ ഇമാം നോക്കി അനുസരിച്ച് ജീവിക്കുന്നുണ്ട്. പറയാൻ ഞാൻ സത്യത്തിന് മുമ്പ് കിടക്കുന്നുണ്ട്, മോസുബീക്കടിക്കുന്നുണ്ട്, ഓൺലൈൻ എങ്ങനെ വന്നു കിടന്നത്. ഇതിന് വേണ്ട നികൃത്വാച്ചല പോയതല്ല, തത്വ കഴിക്കാൻ പോയത്. നമ്മളെ കുടുംബത്തിൽ അതൊന്നും നോക്കാൻ സമയം കിട്ടുന്നുണ്ട്. അതൊക്കെ ദുനിയാവ് വെട്ടിപ്പിടിക്കുന്നതിന്റെ കവനാൻ കുടുംബത്തിന്റെ അടിവേര് ഒഴിച്ചു പോകുന്നത് അറിയാതെ പോകരുത്. അറബി കോളേജുകളൊക്കെ കൂട്ടപ്പെടുന്നത് അറിയോ? ഈ അറബി കോളേജിൽ ആദ്യമായിട്ട് അധ്യാപകനായിട്ട് 2006 എന്റെ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് അറബി കോളേജ് അധ്യാപകനായിട്ട് ഞാൻ കയറിയ സ്ഥാപനം ഈ തൊട്ടുമുമ്പിലുള്ള വെട്ടിയും ആദ്യമായിട്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കും, കേരളത്തിൽ എത്ര അറബി കോളേജുകളുണ്ട്, എത്ര അറബി കോളേജുകളിൽ മക്കളുണ്ട്, എത്ര ആളുകൾ ദീനീരംഗത്ത് സാമൂഹിക പ്രവർത്തനത്തിലും സമൂഹത്തെ ബാധിച്ച ക്യാൻസറുകൾ തുടച്ചിരിക്കാൻ എത്ര മക്കൾ നമ്മുടെ നാട്ടിൽ നിന്ന് വിട്ടു നൽകിപ്പോകരുത്. ഞാൻ പറയുന്നത് നാട്ടിലൊക്കെ ആലോചനയിലും കൊയിലാണ്ടിൽ ആലോചനയിൽ ഇറങ്ങരുത്. ആലോചനയിലും ആദ്യം രക്ഷിക്കും വാപ്പന്നെ നാട്ടുകാർ പറയും, വാപ്പശാഖ പള്ളിയിൽ ഇർഷാദ് പള്ളിയിൽ 1-ാമത്തെ മുപ്പിലുണ്ടാവും. തറാവിയായാലും മുമ്പായാലും നേരത്തെ ആൾ നല്ല ഇസ്ലാമിക പ്രവർത്തകനാണ്, ഡീസന്റാണ്. ശരിക്കും ഉമ്മ നാട്ടിൽ എല്ലാ ആഴ്ചക്കും ഉണ്ടാകാത്തിട്ടുണ്ടാവും. നല്ല ഒരു ചെറിയുണ്ടല്ലോ, ആ ചെറിയവനുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഓരോ പഠിക്കല്ലായിരുന്നു. അത് ബാംഗ്ലൂരായിരുന്നു കുറെ കാലം, പിന്നെ മൈസൂരിൽ, പിന്നെ എവിടെയോ പോയി പഠിച്ചു. ഇപ്പൊ ഏതോ ജോലിയൊക്കെ കിട്ടി. ഒന്നെ ജോലിയൊക്കെ എങ്ങനെ നടക്കുകയാണ്. ഒന്നെ പഠിക്കേണ്ടതുണ്ട്. എന്തെങ്കിലും ഒഴിവ് ദിവസം കാണാം, പെരുന്നാൾ മൊത്തം കാണാം. വേറെ കുഴപ്പമൊന്നുമില്ല, നല്ല ചെറിയവനാണ്. ഓനവന്റെ പണിയും കൂലിയും നോക്കി നടക്കുക. ഓ നാലാമത്തെ അള്ളാഹു പറഞ്ഞിട്ടില്ല. അത് നിങ്ങളെ വ്യാഖ്യാനം. അവൻ പൗരമിമെന്ന് ആടിയുള്ള അള്ള നല്ല
എന്തെങ്കിലും മെനക്കെടാൻ സമയം കണ്ടെത്തും. ഞാൻ പതിനാല് ജോലി കൂലി നോക്കി ആരും ഒതുപ്പിക്കാതെ മാസം കിട്ടുന്ന ശമ്പളം എണ്ണി തിട്ടപ്പെടുത്തി കുടുംബം നോക്കി ഭംഗിയായി സ്വയം സന്തോഷിച്ച് ജീവിക്കുമ്പോൾ മറ്റൊന്നല്ല. അതിന്റെ ദീനി ഇടപെടുമ്പോൾ ചില കുറ്റപ്പെടുത്തലുണ്ടാകും. ഞാൻ പറയാൻ ഒരു കുത്തുവ കഴിഞ്ഞ് ഇന്നത്തെ കുത്തുവ പദവിന്റെ സന്ദേശം കുത്തുവ കഴിഞ്ഞപ്പോൾ ഒരു 10 ആൾ കൈ പിടിച്ചിട്ട് പറഞ്ഞു നല്ല കുത്തുവയായിരുന്നു. ഞാനത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്ലോഡ് 3 മണിക്ക് ചെയ്തു 4 മണിക്കിടക്ക് 10 തെറിയിട്ടേക്ക് കിട്ടി. നല്ലത് കേൾപ്പിക്കാൻ ആർക്കും സുഖം അധികമായി ആരും വിഷയത്തിൽ ഇടപെടണം. ദീനായി നടത്തുന്നവരൊക്കെ നടക്കട്ടെ. നമ്മൾ നിസ്കരിക്കാൻ പോവുക, നിസ്കരിക്കാൻ നോക്കുക, നമ്മളെ കാര്യം നോക്കി ജീവിക്കുക. അതിനാണോ അള്ളാഹു ദുനിയാവെന്ന് പറഞ്ഞത്? എത്ര ആളുകൾക്ക് വെളിച്ചം കിട്ടാൻ നമ്മൾ ഒരുമിച്ച് നിന്നാൽ പറ്റും? എത്ര കുടുംബങ്ങളെ വെളിച്ചം തരാൻ പറ്റും? നാട്ടിൽ അങ്ങനെയാണ് ഒരു സൽപ്പേരുണ്ടാക്കി. ആ നീന്തല്ല പള്ളിയിൽ നിസ്കരിച്ചു പോകുമ്പോൾ ഒരു കാര്യത്തിൽ ആരെയും ഇടപെടില്ല. ആർക്ക നല്ല മനുഷ്യനാണ്. ഓ നല്ല മനുഷ്യൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അഭിനയിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുക. ഒരു തീര് പറഞ്ഞു നോക്കട്ടെ, നാട്ടുകാർക്കെങ്കിലും നമ്മളതിനായി മാറും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിലേക്കൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കണം. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മക്കളെ കുട്ടിന്റെ കവറിലേക്ക് കിട്ടാറുണ്ടാകും. പ്രാർത്ഥിക്കുന്ന മക്കളുടെ പ്രാർത്ഥന പടക്കം ഒരിക്കലും തല്ലൂല. ഈ ഇർഷാദ് പള്ളിയുടെ കവർത്താൻ എവിടെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ നാളെ നേരം വെളുത്തിട്ട് നിങ്ങൾ ഓരോരുത്തരും ആ കവർത്താവിൽ ഒന്ന് ചെലുത്തണം. അതിൽ നിങ്ങളുടെ വാപ്പാരുണ്ടാവും, വെയ്യാപ്പാരുണ്ടാവും, ഉമ്മാരുണ്ടാവും, വെയ്യന്മാരുണ്ടാവും, പെങ്ങന്മാരുണ്ടാവും, മക്കളുണ്ടാവും. കാണാൻ കിടക്കുന്ന കവർന്ന പള്ളിക്കാട്ടിന്റെ പറമ്പിനുള്ളിൽ ഒന്നും കാണുന്നില്ലെങ്കിലും നേരനിരയായി കിടക്കുന്ന ഓരോ കവറിനുള്ളിലും ഓരോ അനുഭവങ്ങളാണ്. ചിലർക്ക് ആ കവറിനുള്ളിൽ വലിയ വെളിച്ചുണ്ടാവും, സ്വർഗത്തിന്റെ വാതിലുണ്ടാകും, പരിമളത്തിന്റെ സൗരഭ്യത്തിന്റെ സന്തോഷത്തിൽ അവർ ജീവിക്കുന്നുണ്ടാകും. എന്നാൽ അതേ കവറിന് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു കവറിനുള്ളിൽ വേദനയും ബുദ്ധിമുട്ടും തീയും പുകയും സങ്കടങ്ങളുമായി ജീവിക്കുന്നവരുണ്ടാവും. ആ ലോകത്ത് ആ തീയും സങ്കടവും അനുഭവിക്കുന്നവർക്ക് അമ്മ കൊടുക്കുന്നവരും വർക്കത്താണ് പ്രാർത്ഥിക്കുന്ന മക്കളുടെ ദ്വാരണ്ടെങ്കിൽ ആ ശിക്ഷ തളവാക്കി കൊടുക്കും. ഏത് മക്കളുടെ പ്രാർത്ഥന ചില രക്ഷിതാക്കളെ കരുതി ഏത് മക്കളും പ്രാർത്ഥിച്ചാലും കിട്ടുന്നില്ല. ഒവലതും സ്വാലിക്കും മക്കൾ സ്വാലിഹീങ്ങളാവണം. പാപ്പാനെ കണ്ട് ജീവിച്ച മക്കളാവണം, ഉമ്മാനെ കണ്ട് ജീവിച്ച മക്കളാവണം. പാപ്പയ്ക്ക് ജീവിതത്തിന്റെ മാർഗങ്ങൾ കാണിച്ചു കൊടുത്ത് പടച്ചവന്റെ സ്വർഗം ചൂണ്ടിക്കാണിച്ചു കൊടുത്ത മരിച്ചാലും പാപ്പാന്റെ മയ്യത്തിനോർക്കുമ്പോഴേക്കും ആ വാപ്പയാണ് പടച്ചവനെ നിന്റെ ജീവിതത്തിന്റെ പുണ്യം ചിന്തിക്കുന്ന മക്കളാരും ആ മക്കളെ പ്രാർത്ഥന പ്രതികരിക്കും. അല്ലാണ്ട് എല്ലാ വൃത്തികളും ചെയ്ത് മക്കളെ നോക്കി തിന്നാൻ മാത്രം കൊടുത്ത് അവസാനം ഭരിക്കാൻ നേരത്തെ മക്കളെ കൈ പിടിച്ച് വസിയെത്തിയില്ല. കാര്യങ്ങൾ മറക്കെടുത്തോന്ന് പറഞ്ഞ അപ്രാർത്ഥന കിട്ടും. നല്ല പടച്ചവളർന്ന് മക്കൾ സ്വാധീനങ്ങളായ മക്കളാണ്. അങ്ങനെയാണ് മരിച്ച് മണ്ണിൽ പോയ ഏത് മക്കളെ കൊണ്ട് കിട്ടും? ഏത് മക്കളെ കൊണ്ട് നമുക്ക് അവരുടെ പുണ്യം കിട്ടാൻ? അതോടൊപ്പം തന്നെ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും നമ്മുടെ മക്കളെ കുടുംബത്തെ ഹറാമ് തീറ്റിച്ചു വളർത്തരുത്. സമ്പാദിക്കുമ്പോൾ മുതൽ ഹക്കല്ലാത്ത മുതലാണെങ്കിൽ നിങ്ങൾ കൊല്ലും പോയിട്ട് നിങ്ങളെ കുടുംബം നോക്കിയാൽ പടച്ച വർത്തം തരില്ല. അള്ളാഹു തരില്ല നമ്മുടെ ജീവിതത്തിൽ സമാധാനം. അതുകൊണ്ട് സൂക്ഷിക്കണം. നമ്മളെ കുടുംബത്തിലേക്ക് നമ്മൾ ചെലവഴിക്കുന്ന പണം അത് ഹലാലായ മുതലായിരിക്കണം. ഹറാമായ മുതലുകൊണ്ട് കുടുംബം നോക്കാൻ പാടില്ല. മക്കൾ തിരുത്തി പരലോകത്ത് നമ്മളെ കുറ്റം പറയും, നമ്മളെ ഭാര്യ കുറ്റം പറയും. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ തിരുവിന്റെ കാലഘട്ടത്തിൽ വിട്ടുനിറങ്ങി പോകുന്ന ഭർത്താക്കന്മാരോട് വാതിലെടുത്ത് നിന്ന് ഭാര്യമാരോട് കൽപ്പന കൊടുക്കും. വേണമെങ്കിൽ ഞങ്ങൾ പട്ടിണി കിടക്കും, പക്ഷെ നിങ്ങൾ കൊണ്ടുവരുന്ന ഭക്ഷണം കൊണ്ട് അമ്മാന്റെ നരകത്തിലേക്ക് ഞങ്ങൾ പോകട്ടോ. നരകത്തിലേക്ക് ഞങ്ങൾ കൊണ്ടുപോകാൻ പാടില്ല. ആ സൂക്ഷ്മത വെച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കി. ദീനൊക്കെ വിവരച്ചെടുക്ക. ഓരോരുത്തർക്കും മതം എന്നൊക്കെ പറഞ്ഞ പൈസ ഉണ്ടാക്കാനുള്ള മാർഗം. അവനാന്റെ കൂട്ടത്തിൽ വേഷം കെട്ടിയിട്ട് മുതലുണ്ടാക്കുക, ആദ്യം പിടിച്ചുകൂടുക. മുതലുണ്ടാക്കാൻ അട്ടിട്ടും വഞ്ചിച്ചിട്ടും കൊള്ളലാവെടുത്തിട്ടും മതം പോലും ചിലർ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കും. പലർക്കും വേഷം കെട്ടലേ കണ്ടു. ഉള്ളിന്റെ ഉള്ളിൽ ആദ്യം പിടിച്ചു വിശ്വാസിനമോ ഞാൻ നിർമ്മിപ്പിക്കട്ടെ അവസാനിപ്പിക്കുക. അതുകൊണ്ട് സ്വന്തം കുടുംബത്തെ ഹക്കല്ലാത്ത മുതലോട് നോക്കിയിട്ടുണ്ടെങ്കിൽ നാളെ മക്കൾ നമുക്ക് കുറ്റവും പറയും. ആ ഹക്കല്ലാത്ത മുതലോട് ഒരു ഗുണവും നമുക്ക് ദുര്യാവധിവാസത്തിൽ ഉണ്ടാകാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ ബന്ധങ്ങളുടെ സ്നേഹം, പരസ്പരം സ്നേഹിക്കേണ്ടതിന്റെ ഗൗരവം ജീവിതം കൊണ്ട് മക്കളെ കാണിച്ചു കൊടുക്കണം. ജീവിതം കൊണ്ട് മക്കൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ബന്ധങ്ങൾ ചേർന്ന് നിന്ന് സ്നേഹിക്കുന്നതിന്റെ മഹത്വം. മക്കളത്തേത് പഠിക്കാനേ പറ്റും. മക്കൾക്ക് മാതാപിതാക്കളോടുള്ള കടമ. ഉമ്മനെ നല്ലോണം നോക്കണം, വയസ്സാകുമ്പോൾ നല്ലോണം നോക്കണം. ഇത് കാണാപ്പാടം പഠിച്ച മക്കൾക്ക് ഒരിക്കലും നിങ്ങളെ സ്നേഹിക്കാൻ പറ്റില്ല. മറിച്ച് നിങ്ങളെ വാർത്തയിങ്ങനെ നോക്കുന്ന മോൻ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വാർത്തയ്ക്ക് കാലഘട്ടത്തിൽ നിങ്ങളെ ഭംഗിയിട്ട് നോക്കും. അതിന്റെ വാർത്തയിങ്ങനെ നോക്കുന്നത് ഞാൻ എന്റെ മക്കൾക്ക് കാണിച്ചെടുത്താലേ ഞാൻ വയ്യാതായി കളിക്കും. എന്റെ മക്കൾ ഇങ്ങനെ നോക്കും. അല്ലാണ്ട് ഓരോ മതത്തിൽ 7ാം ക്ലാസ്സിലെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്.
കാണിച്ചെടുക്കാൻ പറ്റണം. ആ റബ്ബ് പഠിപ്പിച്ച് ആ സ്നേഹം, ആ ചേർന്നേൽക്കല്ലേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന ഓരോ ബന്ധങ്ങളിൽ സ്ഥാനങ്ങളും 6-ാം വയസ്സിൽ യതീമായി പോയ അല്ലാഹുവിന്റെ ഹബീബ് നാം കൂട്ടിക്കൊണ്ടുപോയത് അബൂ ത്വാലിബിന്റെ പ്രവാചകന്റെ കൃത്യനായ മൂത്താപ്പയായ അബൂ ത്വാലിബിന്റെ ഭാര്യ ഫാത്തിമ ബിൻത് അസ്റാ. അവസാനം ഫാത്തിമ ബിൻത് അസ്റാ മരണപ്പെട്ടപ്പോൾ ആ മയ്യത്ത് തോളിലെടുത്ത അല്ലാഹുവിന്റെ ഹബീബ് കബറിൽ ധരിച്ചു വന്ന് കബറിലേക്ക് നോക്കി കരയുന്നുണ്ട്. അവസാനം കബറിന്റെ 4 ഭിത്തിയിൽ കൈകൊണ്ട് പതുക്കെ തന്നെ തടവിൽ പറയും, കബറെ നിന്റെ ഉമ്മാനെ സങ്കടപ്പെടുത്തരുതല്ലോ. എന്നിട്ട് റബ്ബിനോട് പറയും, നാഥാ ഉമ്മാക്ക് കബറിൽ നിന്ന് എളുപ്പാക്കി കൊടുക്കണേ. സഹാബത്ത് ചോദിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമായിരുന്നു മക്കളോ ആ ഒരു ഒറ്റുമേ. ആ നബി പറയുന്ന ഒറ്റുമയല്ല. ഈ ഉമ്മാന്റെ ഇടയോടെ അലിക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് മുൻപ് ഫാത്തിമ എനിക്ക് ഭക്ഷണം തന്നിട്ടുണ്ട്. അലിയെ കുളിപ്പിക്കുന്നതിന് മുൻപ് എന്നെ കുളിപ്പിച്ചിട്ടുണ്ട്. അലിയെ മടിയിൽ കിടക്കുന്നതിന് മുൻപ് എന്നെ മടിയിൽ കിടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫാത്തിമവുമായി ഒറ്റുമയല്ല, സ്വന്തം ഉമ്മക്ക് സഹായിക്കും. സൂര്യ കൊടുക്കുന്ന ഒരു ബന്ധാണ്. ആരാണ് നേട്ടൻ അനിയനെ കണ്ടുകൂടാ, അനിയൻ ഏട്ടനെ കണ്ടുകൂടാ, ഏട്ടനൊക്കെ അനിയനോടെ കണ്ടുകൂടാ, അനിയനൊക്കെ ഏട്ടനോടെ കണ്ടുകൂടാ. എത്ര കുടുംബങ്ങളോ പിണങ്ങി ജീവിക്കുന്നത്, സമൂഹം പിണങ്ങി ജീവിക്കുന്നത്. അതങ്ങനെ നിൽക്കട്ടെ, കുറച്ച് കഴിയട്ടെ. ഇതൊക്കെയാവുന്നത് ഞാനത്ര ചോദ്യമില്ല, ഞാൻ കിട്ടുമ്പോഴില്ല, ഒരെങ്ങോട്ട് വരില്ല, തുറപ്പിക്കലില്ല, തൊടല്ല, ഒന്നുമില്ല. അവസാനം മരിച്ച വാപ്പാന്റെ മയ്യത്ത് പള്ളിയുടെ തൊട്ട് കൊണ്ടെത്തുമെന്നാണ് മയത്തിലേക്ക് വിട്ട് നമുക്ക് കണ്ണ് പൊട്ടി നെഞ്ചിനെ പൊട്ടിയിട്ട് മരിച്ചല്ല വാപ്പാക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കണം. അങ്ങനെ ചോദിക്കാൻ ഇസ്ലാം തെളിവൊരുക്കില്ല. റബീഉൽ അവ്വൽ 12 വഫാത്താകുന്ന ഹബീബായ നബിയുടെ റബീഉൽ അവ്വൽ 10 മദീനത്തെ പള്ളിയിൽ വന്ന് സഹാബത്തിനോട് പൊരുത്തമാക്കി വെച്ചതാണ്. അതുകൊണ്ട് മക്കളെ താഴ്ചെടുക്കണം, സ്നേഹം ഏത് സ്വന്തത്താണെങ്കിലും ബന്ധങ്ങൾക്ക് താഴ്ച കൊടുക്കണം. ഒരൊറ്റ ചരിത്രം കൂടി പറഞ്ഞ ഞാൻ അവസാനിക്കും. ഇസ്ലാമിക ലോകത്ത് ഏത് സ്വന്തത്ത് ആരെത്തിയാലും അവരെല്ലാ ബന്ധങ്ങൾക്കും ആ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അത് സൗഹൃദങ്ങളാണെങ്കിൽ പോലും, സൗഹൃദങ്ങളാണെങ്കിൽ പോലും. അതുകൊണ്ടാണ് ഒരു കാലത്ത് ഒന്ന മനുഷ്യന്മാരുടെ വിരലുകൾ അറുത്തുമാറ്റി അത് ജനങ്ങളുടെ മുമ്പിൽ ഉയർത്തി കാണിച്ച് അഹങ്കാരം നടിച്ചിരുന്ന അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ്. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ഇസ്ലാമിൽ വന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ മാറ്റം വല്ലാതെ ഇസ്ലാമിക ലോകം ചർച്ച ചെയ്തു. അദ്ദേഹം കുത്തിയേറ്റ് മദീന പള്ളിയിൽ ഭാര്യ അടിയിൽ തലവെച്ച് കിടക്കുമ്പോൾ സഹാബാക്കളൊക്കെ അങ്ങനെ കാണാൻ വരുന്നുണ്ട്. എല്ലാ സഹാബാക്കളും വന്ന് ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബിന് കൃത്യമായി ഞാൻ വൈകാലം വരുന്നതാണ്, എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ആ സെക്കൻഡിൽ സഹാബത്തിനെ അടുത്തുവെച്ചിട്ട് പറയും, എനിക്കൊരു വസിയത്തുണ്ട്. സഹാബാക്കളെ ചോദിച്ച് എന്തേ അമീറുൽ മുഅ്മിനീൻ? ഉമർ ഇബ്നുൽ ഖത്താബ്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മയ്യത്തുമായി നിങ്ങൾ ആയിഷ സിദ്ദീഖയുടെ എന്റെ പഠിക്കാൻ ചെല്ലണം. എന്റെ ഹബീബായ നബി തങ്ങളും എന്റെ അബൂബക്കറും കിടക്കുന്ന ആയിഷ ബീവിയുടെ കുടിയിന്റെ മുന്നിൽ നിങ്ങൾ ചെല്ലണം. ആ കുടിയിന്റെ വാതിക്കൽ എന്റെ മയ്യത്ത് വെക്കണം. എന്നിട്ട് ആയിഷ സിദ്ദീഖയോട് ചോദിക്കണം, ഖത്താബിന്റെ മകൻ ഉമറിനെ ആ മയ്യത്തിന്റെ അടുത്ത് ഇടം തരുമോ എന്ന്. ഒരിക്കലും അമീറുൽ മുഅ്മിനീൻ ഉമർ വന്നെന്ന് പറയരുത്, ഉമർ ചോദിച്ചെന്ന് പറയരുത്. ഖത്താബിന്റെ മോൻ ഉമർ, ആ ഉമർ ആഗ്രഹിക്കുന്നുണ്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെയും സിദ്ദീഖിന്റെയും ചാരത്ത് കിടക്കാൻ. ആ അനുവാദം ആയിഷാന്റെ വീട്ടിൽ കിട്ടിയ എന്നെ നിങ്ങൾ അപകടമാണ് കിട്ടിയിട്ടില്ലെങ്കിൽ എന്നെ നിങ്ങൾ മക്കയുടെ അർത്ഥത്തിൽ കൊണ്ടുപോയി അടക്കണം. ആയിഷ റളിയല്ലാഹു അൻഹ അനുവാദം കൊടുത്തു വന്ന അന്ന് സിദ്ദീഖിന്റെ ചാരത്ത് തന്നെ ഉമറിനെ കണ്ടു. ആലോചിച്ചു മനുഷ്യരെ, സ്നേഹം, ബന്ധം, സൗഹൃദം, സാഹോദര്യം എല്ലാവർക്കും മുതലേറുന്നു. പൈസക്കാരനാണ് ഓട്ടത്തിൽ ഈഗോ, മത്സരം, തമ്മിലടി. എന്നിട്ട് പറയാൻ ഞാൻ ഭയങ്കര മുത്തീനാണ്, അതിന്റെ കൃത്യത്തിലും കോലത്തിലും ചിഹ്നത്തിലൊക്കെ എടുത്തു ഇസ്ലാമല്ല, ഞാൻ പിറ്റായിട്ട് പറയല്ല. അതുകൊണ്ടാണല്ലോ ദീനിൽ എന്താ ഇസ്ലാം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, പെണ്ണുങ്ങളെ 4 മാസം ജീവിക്കാൻ പാടില്ല, അത് കല്യാണം ചെയ്യുന്ന ഉടനെ പെണ്ണുങ്ങളെ കുട്ടികൾ പെടുന്നു. ഒരേ കാര്യം മാത്രമാണ് കാപ്പയും മാത്രം. ഓരോ പിരിഞ്ഞിരിക്കാൻ എത്ര ദിവസം കഴിവുണ്ട്? ഒരൊറ്റ ദിവസം കഴിവ്. മനുവാപ്പനെ പിരിഞ്ഞിരിക്കാൻ ഒരൊറ്റ ദിവസം തെളിവം പഠിച്ചിട്ടില്ല. അവനാകെ പഠിച്ചത് കല്യാണം കഴിച്ച് 4 മാസത്തിലേക്ക് പെണ്ണുങ്ങളെ തിരിച്ചിരിക്കരുത്. അതുകൊണ്ട് 4 മാസങ്ങളിൽ പെണ്ണുങ്ങൾ കിടക്കുന്നുണ്ട്. ഒരേ വാപ്പിന്റെ വയനാടുണ്ട്. ആളുകൾ അവനവന്റെ സൗകര്യത്തിനാണ് നീങ്ങിട്ടാണ്. നാളെ മറ്റന്നാൾ മരിച്ച മണ്ണിത്തടിയിൽ ഒത്തുപോയി. അന്ന് നമ്മൾ അറിയും അള്ളാന്റെ ജീവിതം എത്ര മനോഹരമായിരുന്നു, എത്ര ഭംഗിയുണ്ടായിരുന്നു. ആ ഭംഗി പരസ്പരം സ്നേഹിക്കുന്നതാണ്, ബന്ധം ചേർക്കുന്നതാണ്. അതുകൊണ്ട് ആ രീതി ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നു, ബന്ധങ്ങളെ ചേർത്ത് പിടിക്കുന്ന നല്ല മുന്നീകളാവാൻ ഓരോരുത്തർക്കും തൊപ്പിയിൽ നൽകിയ അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുള്ളതാണ്. എല്ലാം ബന്ധപ്പെടുത്തുമാക്കി എന്റെ സ്വർഗത്തിലും ഇതേ രൂപത്തിൽ നിങ്ങളെ ഒരുമിപ്പിച്ചു കൊണ്ടുവരണം. അള്ളാഹുവെ, മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്.
ഇണകളും മക്കളെ നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാര്യം കാണിക്കാൻ പരസ്പരം സ്നേഹിച്ചു അള്ളാഹുവിന്റെ സ്വർഗം മനസ്സിൽ സ്വപ്നം കണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീകളിലും മുഅ്മിനീങ്ങളിലും നീ ഞങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കണമേ. നാദാ ചെറുതും വലുതുമായ പല അസുഖത്തിലും പിടിപെട്ടിട്ടുണ്ട്. നാദാ ഞങ്ങളിൽ പലരും വെളുപ്പും ശുഭ നൽകി ദീർഘായുഷോടെ ആഗ്രഹത്തോടെ ജീവിക്കാൻ ഓരോരുത്തരും നീ നോക്കിക്കണമേ. ഹറാമായ സാമ്പത്തിക രംഗത്തിൽ നിന്ന് മാറി നിൽക്കാൻ ബാധ്യതകളായ കടബാധ്യത പോലെ വല്ലതുമുണ്ടെങ്കിൽ അത് വീഴ്ത്തി അള്ളാഹുവിനെ ഏറ്റവും തെളിമയുള്ള മുഖ്യനായി കാണുന്നവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اعز الاسلام والمسلمين وباطل الشرك والمشركين. اللهم اجرنا من النار. എല്ലാ കൊല്ലവും നമ്മുടെ വെറുപ്പൊക്കെ പറയാനുള്ള കാര്യം തന്നെ കേരളത്തിലെ ആദ്യകാലഘട്ടത്തിലുള്ള ഒരു യത്തീംഖാനയെ കുട്ടിയുടെ എത്തിക്കാൻ ഇപ്പോഴും 350-ലധികം കുട്ടികളുടെ കാര്യത്തിൽ സർക്കാരിന്റെ പുതിയ തീരുമാനപ്രകാരം അന്യസംസ്ഥാന കുട്ടികൾ പോയപ്പോൾ 185-ലധികം കുട്ടികൾ ഇപ്പോഴും അവരുടെ ചെലവ് കണ്ടെത്തുന്നത് റമദാൻ മാസത്തിലെ കലക്ഷനിലൂടെ. ഞാനതിൽ റിസീവറൊന്നുമല്ല, പക്ഷെ എന്നെക്കൊണ്ട് പറ്റുന്നൊരു ഹിദ്മത്ത് എന്നുള്ള നിലയ്ക്ക് ഞാൻ എല്ലാ